G7 രാജ്യങ്ങൾ എങ്ങനെ സ്ഥാപിതമായെന്നും ചരിത്രമെന്നും നോക്കാം. ആദ്യത്തെ എണ്ണ ആഘാതത്തിൽ നിന്നും തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ലോകം കരകയറുമ്പോൾ 6 പ്രമുഖ വ്യാവസായിക രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും സർക്കാരും 1975-ൽ ആദ്യമായി ആഗോള സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. 1976-ൽ കാനഡയും 1998-ൽ റഷ്യയും അവർക്കൊപ്പം ചേർന്നു. ക്രിമിയയുടെ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് G7 രാജ്യങ്ങൾ 2014 മാർച്ചിൽ റഷ്യയെ കൂടാതെ കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് വലേരി ഗിസ്കാർഡ് d'Estaingന്റെയും ചാൻസലർ ഹെൽമുട്ട് ഷമിഡിന്റെയും മുൻകൈയാണ് ആദ്യ മീറ്റിംഗിന്റെ ആശയം. 1975-ൽ അവർ പാരീസിൽ നിന്ന് 50 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ചാറ്റോ ഡി റാംബൌലിൽ വെച്ച് ആദ്യത്തെ ഉച്ചകോടി യോഗത്തിന് പ്രേരണ നൽകി. ഉച്ചകോടിയിൽ ഫ്രാൻസ്, പശ്ചിമ ജർമ്മനി, USA, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും സർക്കാർ തലവന്മാരും എണ്ണത്തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി, മാന്ദ്യത്തിൽ നിന്നുള്ള വഴികൾ എന്നിവ ചർച്ച ചെയ്തു. ഈ ആദ്യ G6 ഉച്ചകോടിയിൽ അവർ 15 പോയിന്റ് കമ്മ്യൂണിക്ക്, റാംബൌലറ്റ് പ്രഖ്യാപനം സ്വീകരിക്കുകയും ഭാവിയിൽ വർഷത്തിലൊരിക്കൽ കറങ്ങുന്ന പ്രസിഡൻസിക്ക് കീഴിൽ യോഗം ചേരാൻ സമ്മതിക്കുകയും ചെയ്തു. 1976-ൽ കാനഡ ഗ്രൂപ്പിൽ ചേർന്നു. അത് ഇനി മുതൽ G7 എന്നറിയപ്പെട്ടു. G7-ഉം യൂറോപ്യൻ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ 1977-ൽ ലണ്ടനിൽ ആദ്യമായി നടന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. ഇന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും ഉച്ചകോടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു.